ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹത്തിൽ ഇപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് ട്രൂ ലവ്, ഡ്രസ്സിംഗ് അപ്പ്, സെറ്റിംഗ് ആൻഡ് സാക്രിഫൈസ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ ഒരു സ്നേഹം തോന്നി തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആത്മാർത്ഥമായി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും കളവുകളോ ചീറ്റിങ്ങോ ഒക്കെ കാണിച്ച പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവരുടെ ആ ഒരു രീതിക്കൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു സ്നേഹബന്ധത്തിൽ ഡ്രസ്സിംഗ് അപ്പ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് പാച്ചപ്പ് ചെയ്യണം. ആ ഒരു ഫൺ ടൈം ഒക്കെ പൂർണ്ണമായിട്ട് മാറണം. ഫൺ ടൈം എന്ന് പറയുമ്പോൾ ഒരു കളിചിരി അല്ലെങ്കിൽ കളിതമാശ, വലിയ സീരിയസ്നെസ് അല്ലാതെ ഈ ഒരു ബന്ധത്തെ നോക്കി കണ്ടിരുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റം കൊണ്ടുവന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് അഴിച്ചുപണി നടത്തുക. അതിലൂടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് ഒരു സ്നേഹബന്ധത്തിൽ വളരെയധികം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക. സെറ്റിങ്ങും അതുപോലെ സാക്രിഫൈസും ആണ് വന്നിരിക്കുന്നത്. സെറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു സ്ട്രോങ് ഫൗണ്ടേഷനെയാണ്. ഈ ഒരു ബന്ധത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആക്കേണ്ട സമയമാണിത്. നിങ്ങളെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞു നിർത്തിയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നത്. സാക്രിഫൈസ് ആണ്. ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളെ എന്നും വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം സാക്രിഫൈസ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഇവർക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നിങ്ങളുടെ സ്നേഹം അവർക്കൊരു സ്പാർക്കായിട്ട് അടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർക്കൊരു ഉണർവ്, അവർക്കൊരു പുതിയ വെളിച്ചം പോലെ അവരുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്ന തോട്ട്സ് കാര്യങ്ങളൊക്കെയാണിത്. വളരെ സർപ്രൈസ് ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനും നിങ്ങളെ ചേർത്ത് നിർത്തി ഈ ഒരു ട്രൂ ലവ് നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുമുള്ള ഒരു തീരുമാനം അവരിൽ ഇപ്പോൾ ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിട്ട് നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു എനർജിയെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാം.